ഷെയറിംഗ് എക്സ്പീരിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷെയറിംഗ് എക്സ്പീരിയൻസ് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. അത്തരമൊരു വിജയത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ എൻ്റെ കൂട്ടുകാരാണ് എന്നെ ഇവിടെ സഹകരിക്കുന്നതെന്നുള്ള ആത്മാർത്ഥമായ ഓർമ്മിക്കലിലൂടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേക ഒരു സാഹചര്യത്തിലാണ്. കൂട്ടുകാർക്കറിയാം, ഇന്നലെ നമ്മുടെ 2ാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പുറത്തു വന്നു. 28-ാം തീയതി 29 അപ്പോൾ ആ ഫലം പുറത്തു വന്നപ്പോൾ തികച്ചും പലരും നിരാശരാണ്. ഒരു ചെറിയ ശതമാനം. എന്നാൽ മറ്റു ചിലർ വളരെ നല്ല, അതായത് ആവറേജ് തലത്തിൽ മാത്രം ചിന്തിച്ചവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യവും വിജയത്തിൻ്റെ രൂപത്തിൽ കൈവന്നപ്പോൾ അവരെല്ലാം അത്യാഹ്ലാദത്തിലാണ്. ഇതിൽ നിന്നും ഇപ്പോൾ 2 എക്സ്ട്രീംസാണ് നമുക്കിവിടെ കിട്ടിയത്. നമ്മളിന്നൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലുള്ള അവസരങ്ങൾ നാം വിനിയോഗിച്ചില്ല എങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടതായി വരും. ഇപ്പോൾ കൊറോണ കാലം ഒരിക്കലും ഒരു അവസരമെന്ന് ഞാൻ പറയുന്നില്ല. അത് അധിക പ്രസംഗമായി പോകും. അതൊരു ശാപം തന്നെയാണ്. പക്ഷെ ആ ശാപത്തിനിടയിൽ ചെറിയ വീണ് കിട്ടുന്ന അവസരങ്ങൾ നമ്മളെ തേടിയെത്തുകയാണെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ എഴുതുന്നതിനേക്കാൾ വളരെ നല്ലൊരു അവസരമായിരുന്നു. ആ അവസരം കാരണം അവർക്ക് 160 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഇന്ന ഏരിയ പ്രധാനം, ആ ഏരിയയിൽ മാത്രമേ ചോദിക്കുള്ളൂ എന്നുള്ള വാഗ്ദാനം. അന്ന് വെച്ചാൽ ആ ഏരിയ 160 ഉൾപ്പെട്ടിരിക്കും. അത്രയൊന്നും അതുകൂടെ ഉൾപ്പെട്ടിരിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ ഇത് ഉണ്ടായിരിക്കും എന്ന് 120 മാർക്കിന് ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പിന്മേലാണ് ഫോക്കസ് ഏരിയ SCERT പ്രസിദ്ധീകരിച്ചത്. ഇത് മനസ്സിലാക്കിയ കൂട്ടുകാർ അതിനെ ആ രീതിയിൽ തന്നെ കണ്ടു, അതിനെ പിന്തുടർന്നു. അവരിപ്പോഴാണ് അത്യാഘാതത്തിൽ. കാരണം അവർക്ക് എല്ലാവർക്കും പ്രതീക്ഷിച്ചതിലേറെ A+ മാർക്ക്. ഡിഗ്രി, ഇനി അവർക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ വളരെ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട കോളേജ് തിരഞ്ഞെടുക്കാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ അംശം വളരെ നിരാശയിലാണെന്നുള്ളത്. ആരാ? ഈ അവസരം വെച്ച് നീട്ടപ്പെട്ട ഈ അവസരം വിനിയോഗിക്കാത്ത ഒരു കൂട്ടുകാർ. അവർ നിരാശരിലാണ്. അവർക്ക് നിരാശയായി. കാര്യം എന്താ? അവർ അവസരം വിനിയോഗിച്ചില്ല. എന്നാൽ ഇനി നിങ്ങളുടെ കേസ്, ഇപ്പോൾ ഞാൻ അപ്പോഴും ഈ കാര്യം അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് മുൻ വീഡിയോസ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി നിങ്ങളുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളും എന്ന് തന്നെ പറയാം, നിങ്ങളും കുറേ രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് അത്ര സൗകര്യമില്ല എന്ന് വേണം ഞാൻ പറയാം. അതാണ്, അതുപോലുള്ള കഴിഞ്ഞ തവണ അനുവദിക്കപ്പെട്ട ആ ഒരു ആനുകൂല്യം അതേപടിയിൽ കിട്ടത്തില്ല. ഇപ്പോൾ തന്നെ SCERTയുടെ പുതിയ ഫോക്കസ് പോയിന്റും പുതിയ എക്സാമിനേഷൻ ചട്ടവും അനുസരിച്ച് ഏതാണ്ട് 80 മാർക്കിന് മാത്രമേ ആൻസർ എഴുതാൻ പറ്റൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് 160 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഫോക്കസ് ഏരിയയിൽ 80 മാർക്കിന് ഉണ്ടാവുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ഏരിയയിൽ നിന്നും ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് പുതിയ തീരുമാനം അനുസരിച്ച്. മറ്റേതല്ല, അവർക്ക് എവിടെയും ഏത് രീതിയിലും ആൻസർ ചെയ്യാം. ഒരു ഫ്രീ ഹാൻഡ് ആയിരുന്നു. അങ്ങനെയാണ്, ആ അവസരമാണ് ഒരുപക്ഷെ ഇനി നിങ്ങൾക്ക് കിട്ടാതെ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇനിയെങ്കിലും ഈ അനുഭവം നിങ്ങളുടെ ചേട്ടന്മാരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ആ അനുഭവം തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി അവധാനതയോടെ കാര്യ ഗൗരവത്തോടെ നിങ്ങളുടെ പാഠഭാഗങ്ങളുമായി സഹകരിക്കണമെന്ന് എളിയ ഓർമ്മിപ്പിക്കലിലൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വീഡിയോ ഒരു പക്ഷേ ഫോക്കസ് പോയിന്റിൽ നിന്നും പറയാത്ത ഒരു കാര്യം ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഫോക്കസ് പോയിന്റിൽ പറയുന്നില്ല എങ്കിലും ഇതൊരു ബേസ് വീഡിയോ ആണ്. കാര്യം ഇവിടെ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് പോയിന്റ് മാത്രമല്ല പഠിക്കാൻ SCERT നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സിലബസ് മൊത്തം കവർ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് 80 മാർക്കിന് ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ദാറ്റ്സ് വാട്ട് SCERT ഹാസ് പ്രോമിസ്ഡ് യു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളിത് പഠിക്കേണ്ട എന്നുള്ളതല്ല. സോ യു ആർ എക്സ്പെക്റ്റഡ് ടു കവർ ഓൾ ദ സിലബസ് ആസ് പെർ the curriculum committee has decided that from 1 to 20.
ആ 20 ചാപ്റ്ററിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് ഈ 34 ഏരിയാസ് വരുന്നത്. ആ ഏരിയാസ് മാത്രമല്ല, അതെല്ലാം പഠിക്കണം. പക്ഷെ ഈ ഇതിൽ 80 മാർക്ക് ഉണ്ടാവും. അത് പലവരും പറഞ്ഞിട്ടുള്ളതാണ്. റിപ്പീറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊരു ബേസ് ഏരിയ നമ്മൾ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മൾ ഏറ്റവും, അതായത് ഫസ്റ്റ് പാർട്ടിന്റെ ടുവേഴ്സ് ദ എൻഡ് നമ്മുടെ ഇന്ത്യൻ ഒരു അടിസ്ഥാന ഘടന എന്ന് പറയും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ തത്വശാസ്ത്രം, ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫിലോസഫി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ടായിട്ടുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താണ് ഫിലോസഫിക്കൽ ടച്ച് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫിലോസഫിക്കൽ ടച്ച്, നമ്മുടെ ഫിലോസഫിയുടെ എന്തുമാത്രം തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ അവരുടെ മനസ്സിൽ കുറിച്ചിട്ടു, അത് ഭരണഘടനയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ടോപ്പിക്. അതിനു മുമ്പ് പതിവ് ഒരു ഓർമ്മിപ്പിക്കൽ ഒന്നും കൂടി. ആരെങ്കിലും ഈ വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. എങ്ങനെ തുടർന്ന് തന്നുകൊണ്ടിരിക്കുന്ന പിന്തുണ തുടർന്നും തരണമെന്ന വിനീതമായ അപേക്ഷയോടെ കറക്റ്റ് വീഡിയോ പോസ്റ്റിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ we may start with a question. So here you may write the question, what are the philosophical foundations of the Constitution of India? What are the philosophical foundations of the Constitution of India? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കിപ്പം ഫോക്കസ് പോയിന്റ് ഇല്ലെങ്കിലും ഇറ്റ് ക്യാൻ ബി ആസ്ഡ് ആസ് എ ചോയ്സ്. അതുകൊണ്ട് നമ്മൾ അപ്പം അങ്ങനെ അതായത് മലയാളത്തിൽ നമ്മുടെ ഭരണഘടനയുടെ തത്വശാസ്ത്രപരമായ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെ, അത് വിശദീകരിക്കുന്ന എസ് എ ക്വസ്റ്റ്യനാണ്. ആ രീതിയിലാണ് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് നമ്മൾ കോമൺ കാര്യം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ഫസ്റ്റ് പോയിന്റിൽ ലിബറാലിസം, ലിബറൽ ഔട്ട്ലുക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ വെരി ഇംപ്രസീവ് ലിബറൽ ഡോക്യുമെന്റ് എന്നുള്ളതാണ്. വളരെയധികം ഉദാര സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടനയിൽ അതായത് ഒരു ഉദാര ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം, the relation between the rules and the ruled, the government and the governed are clearly stated that നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, നമ്മുടെ റൂൾ ഓഫ് ലോ, നമ്മുടെ എന്താ പറയുക സെക്യുലാരിസം, നമ്മുടെ റിപ്പബ്ലിക്കനിസം, നമ്മുടെ ഡെമോക്രാറ്റിക് നേച്ചർ, ഇതെല്ലാം അതായത് നമ്മുടെ മതേതരത്വ സങ്കല്പം, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മുടെ ജീവനും, അതുപോലെ ആക്ടിന്റെ 21 ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ സമത്വത്തിനുള്ള അവകാശം, അതുപോലെ ബാക്കിയുള്ള അത് ന്യൂനപക്ഷ അവകാശങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചാൽ ഒരു ഉദാര ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരനെ നമ്മൾ ഒരു പ്രസ്ഥാനമായി, സാധാരണ ഭാഷയിൽ പറയും, ഒരു പ്രസ്ഥാനമായി തന്നെയാണ് ഭരണഘടന പരിഹരിക്കുന്നത്, ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല. കാരണം ഒരു വ്യക്തിക്ക് അവൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അവൻ്റേതായിട്ട് നിലപാടുകൾ എടുക്കാം, അവന് സ്വതന്ത്രമായി ജീവിക്കാം, അവൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ ഒരു ഫ്രീ പൗരനായിട്ട് ഇന്ത്യയിൽ നിയമം അനുവദിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അനുസരിച്ച് മുന്നോട്ട് കൃത്യമായി പറയുന്നതാണ് നമ്മുടെ ഭരണഘടന. അതാണ് ഉദാരത എന്ന് നമ്മൾ പറയുന്നത്. എല്ലാ ഉദാര തത്വങ്ങളും, അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ഉദാര സിദ്ധാന്തങ്ങളും അതിൻ്റെ രീതിയിൽ നമ്മുടെ ഭരണഘടനയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് അറിയാം ജനാധിപത്യം എന്നാണ്. നമുക്കറിയാമല്ലോ, ലോകത്തെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യം എന്നതിലുപരി ഏറ്റവും വലിയ ജനാധിപത്യം, ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യ പ്രോസസ്സായ പീരിയോഡിക്കൽ ഇലക്ഷൻസ്, അതിൽ പങ്കാളികളാവുന്നത് ഒരു രാജ്യത്ത് ഇത്രയും ജനങ്ങൾ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുന്നതാ ചിലപ്പോൾ ഇന്ത്യയിൽ മാത്രമായിരിക്കും. കാരണം ലോകത്തെ ഏറ്റവും 2ാം സ്ഥാനത്താണല്ലോ നമ്മുടെ ജനസംഖ്യയിലുള്ള നമ്മുടെ എണ്ണത്തിന്റെ കണക്ക്. അപ്പോൾ അതനുസരിച്ച് അത്രയും ആൾക്കാരെ വോട്ട് റൈറ്റ്സിനെ ബൂത്തുകളിൽ എത്തിക്കുക, അതിന് ഇലക്ഷൻ നടത്തുക, അത് വളരെ കൃത്യമായി തന്നെ പീരിയോഡിക് ഇലക്ഷൻ നടത്തി ഒരു ജനഹിത ഗവൺമെന്റ് മാത്രമേ രാജ്യമോ സംസ്ഥാനമോ ഭരിക്കൂ എന്ന് ഉറപ്പുവരുത്തുന്ന സമയത്ത് ഇന്ത്യയിൽ നമുക്കൊരു കാര്യം ഒറ്റ ഉദാഹരണം മാത്രമേ, ഇപ്പം നമ്മൾ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മൾ സെക്കൻഡിൽ കൂടെ പഠിക്കും. പക്ഷെ ആ പാകിസ്ഥാനിൽ ജനാധിപത്യം ഇവിടെ പോയി കശക്കി എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് 2-3 ജനാധിപത്യ ഗവൺമെന്റിലേക്ക്, ജനാധിപത്യ സ്റ്റെബിലിറ്റിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 60 വർഷം 40 വർഷത്തിന് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വളരെയധികം പട്ടാളാധിപത്യമാണ്. പക്ഷെ നമ്മുടെ മണ്ണിൽ ഒരിക്കലും ആ രീതിയിലുള്ളതല്ല. ജനാധിപത്യത്തിൽ മാത്രമേ ഇന്ത്യയിൽ വിളയൂ. അത് ജനാധിപത്യം, ബാക്കി സെക്കൻഡ് ഇയർ വീഡിയോസ് നമ്മൾ പറയും, ജനാധിപത്യം ഇന്ത്യയിൽ വരുന്നപ്പോൾ തന്നെ പലരും അതിനെ വിസ്മയത്തോട് നോക്കി, ഇന്ത്യയിൽ ജനാധിപത്യമോ, എന്താ ഇത് എന്നൊക്കെ പറഞ്ഞ് പലരും പക്ഷെ ആ വിസ്മയത്തിനെയൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിട്ടുണ്ട്. വി ഹാവ് പ്രൂവ്ഡ് ourselves to be the best
വൺ ഓഫ് ദ ലിബറൽ ഡെമോക്രസീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതാണ് ജനാധിപത്യ തത്വങ്ങൾ. ഇവിടെ ഞാൻ പറയുന്ന ഭരണഘടനയിൽ എല്ലാ ജനാധിപത്യ സാരാംശങ്ങളെയും മൂല്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം നമുക്കുണ്ട്. ദെൻ ന്യൂനപക്ഷ അവകാശം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അതായത് മനുഷ്യരെല്ലാവരും മനുഷ്യരാണ്. വിശ്വാസം കൊണ്ടും ആചാരം കൊണ്ടും എന്തെന്ന് പറയുക, ജീവിത രീതി കൊണ്ടും സംസ്കാരം കൊണ്ടൊക്കെ ഒരു വിഭാഗം ആൾക്കാർ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിച്ചിരിക്കാം. വിശ്വാസത്തിൻ്റെ പേരിൽ, ആചാരത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തരുത്. അവരെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തണമെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അതും ഏറ്റവും ലിബറൽ ഡെമോക്രാറ്റിക് ആണ്. അത് വി ആർ ഗിവിംഗ് ദാറ്റ് സഫിഷ്യന്റ് ഇലസ്ട്രേഷൻ, സഫിഷ്യന്റ് ഇമ്പോർട്ടൻസ് ടു ദ കേസ് ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസിന് നമ്മൾ വി ആർ നോട്ട് ജസ്റ്റ് സെറ്റ് അസൈഡിങ് ദം ആസ് മൈനോറിറ്റീസ്, യു ഷുഡ് ഹാവ് ഓൺലി ദാറ്റ് മച്ച് എന്ന ചിന്ത നമുക്കില്ല. നമ്മൾ യു ആർ മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ആർ ജസ്റ്റ് കോഓപ്പറേറ്റഡ്ലി ലിവിങ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സഹകരണ അടിസ്ഥാനത്തിലാണ് മെജോറിറ്റി ആയാലും മൈനോറിറ്റി ആയാലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. മൈനോറിറ്റി അവകാശം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ എല്ലാ അവകാശങ്ങളും നമ്മൾ ആർട്ടിക്കിൾ 28, അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ 29, 30 എന്നുള്ളത്, ആ ന്യൂനപക്ഷ അവകാശങ്ങൾ കൃത്യമായിട്ട് തന്നെ മൈനോറിറ്റി അവകാശങ്ങളുടെ മതവിശ്വാസവും അവരുടെ സംസ്കാരവും ഭാഷയും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു മൈനോറിറ്റിയും, കാരണം മെജോറിറ്റി ഡെമോക്രസിയുടെ ഒരു ഡേഞ്ചർ അതാണ്. ഡെമോക്രസി ഒരു ഭൂരിപക്ഷത്തിന്റെ റൂളാണ്. അവിടെ ന്യൂനപക്ഷത്തിന്റെ ആശകൾ തിരസ്കരിക്കപ്പെടാം, ശരിയാണ്. പക്ഷെ അതിന് ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാവണം നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾ മൈനോറിറ്റി, ഭാഷയെന്നോ സംസ്കാരമെന്നോ ഏത് മൈനോറിറ്റി ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നു. അതും ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. ദെൻ മതേതരത്വം വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാര്യം ഇതുപോലൊരു മതേതരത്വ രാഷ്ട്രം ലോകത്ത് ഉണ്ടാകാൻ സാധ്യമല്ല. എല്ലാ മതം, പക്ഷേ ഇത് കേൾക്കുന്നവർ ചില വിമർശനങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ അത് നമ്മുടെ മതേതരത്വം നിലവിൽ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ചില രീതിയിലുള്ള ചിന്തകൾ, ചിലരുടെ മനസ്സിൽ അധികാരം കൈയാളിയുടെ ചിലരുടെ മനസ്സിൽ ചില ചിന്തകൾ കൊണ്ട് അങ്ങനെ വന്നതാകാം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിവാദം പോകുന്നില്ല. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വി കനോട്ട് ബ്ലെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എനി ടൈപ്പ് ഓഫ് injustice to the concept of the cause of secularism. Secularism is correct in its term, in concept words. നമ്മളറിയാം വെസ്റ്റേൺ മതേതരത്വം ചാപ്റ്റർ പഠിച്ച പാശ്ചാത്യ മതേതരത്വവും ഇന്ത്യൻ മതേതരത്വം വ്യത്യാസം നമ്മൾ പഠിച്ചു. ഒരുപക്ഷെ ആ വ്യത്യാസം കൊണ്ടാകാം നമ്മുടെ മതേതരത്തിന് മേൽ ചെറിയ ഒരു യഥാർത്ഥ മതേതരത്തിൽ അല്ലയോ എന്ന് ചിലർ സംശയിക്കാൻ കാരണം ഒക്കെ ഇന്ത്യയിലായിട്ടൊരു മതേതരത്തെ കാഴ്ചപ്പാടുണ്ട്. അത് നമ്മൾ ഞാനിതിന് മുൻ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ, അതായത് ഇനി വരത്തേ ഉള്ളത്, ഭാവിയിൽ വരുന്ന ഒരു വീഡിയോ സെക്കൻഡ് പാർട്ടിലാണ് അത് വരുന്നത്. അവിടെ കൂടുതൽ പറയാം ഇന്ത്യൻ മതേതരത്തിന് അതിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാവാം. പക്ഷെ എന്നാലും നമ്മുടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് സംസാരിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ ചിലപ്പോൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീക്കുപോക്കുകളോ പരാതികളോ പരിഭവങ്ങളോ ഒക്കെ വന്നേക്കാം. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ നമ്മുടെ ഫണ്ടമെന്റൽ റിയാലിറ്റിയും അതേതരത്വം എല്ലാ മതങ്ങളെയും, ഇന്ത്യയിൽ നാം മതങ്ങളെ ബഹുമാനിക്കുന്നത് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് ബിലീവേഴ്സ് ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ദംസെൽസ്. അതായത് ആ മതത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. വിശ്വാസത്തെ ബിലീഫ് ഇറ്റ് സെൽഫാണ്. ആ വിശ്വാസമാണ്. അത് ഒരാളുടെ വിശ്വാസവും 1000 പേരുടെ വിശ്വാസവും ഏറ്റക്കുറച്ചിൽ പാടില്ല എന്നതാണ് നമ്മുടെ മതേതര സങ്കല്പം. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ എല്ലാ മതങ്ങളും ഭരണഘടന അതേ പ്രാധാന്യം നൽകുന്നു. ജൈനമതം, സിഖ് മതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം, ഹിന്ദു മതം, മെജോറിറ്റിയായ ഹിന്ദു മതം മറ്റെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ടോളറസും ഉള്ളവരാണ്. അതുപോലെ മറ്റു മതക്കാർക്കും ആ ടോളറസും ഉണ്ട്. അങ്ങനെ ആ ടോളറസും ആ സഹിഷ്ണുത മനോഭാവത്തിൽ എല്ലാ മതങ്ങളും ഒരേ രീതിയിൽ ചിന്തിച്ച് പോകുന്ന ആ ഒരു സമൂഹമാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവന ചെയ്തത്. അതുതന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം മതേതരത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതൊക്കെ ഫിലോസഫിക്കൽ ടച്ചസ് ആണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റൊക്കെ. ഇനി അടുത്തത് സാർവത്രിക വോട്ടവകാശം, അതായത് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. നോക്കിയോളൂ, ഇന്ത്യയിൽ നമ്മൾ വോട്ടവകാശം കൊടുക്കുന്ന ആർക്കാ? ഒറ്റ ക്വാളിഫിക്കേഷനുള്ള വോട്ടവകാശത്തിന് 18 വയസ്സ്. നിങ്ങൾ ആരായിക്കൊണ്ടുപോട്ടെ, നിങ്ങൾ പണ്ഡിതനോ പാമരനോ ഉന്നത കുലജാതനോ ഇനി താഴെക്കിടയിലുള്ളവനോ ഒരു ദലിതനോ ആരായിക്കൊണ്ടുപോട്ടെ, നിങ്ങൾക്ക് ഒരു വോട്ട്. അവിടെയാണ്
നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മുടെ ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ ശ്രീ മുകേഷ് അംബാനിയും നമ്മുടെ പാവപ്പെട്ട അപ്പുറത്തെ വീട്ടിലെ ഒരു സാധാരണക്കാരനെ ഒരു കൂലിവേല ചെയ്യുന്ന നമ്മുടെ ഒരു ചേട്ടൻ, അദ്ദേഹവും ഈ മുകേഷ് അംബാനിയും പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്തെന്ന് സങ്കല്പിച്ച് നോക്കുന്നെങ്കിൽ അവർ രണ്ടുപേരും ഒരേ ക്യൂവിൽ നിന്നാണ് വോട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ മുകേഷ് അംബാനിക്ക് ജീവിതത്തിൽ വേറൊരു ക്യൂവിൽ നിൽക്കേണ്ട കാര്യമില്ല, അല്ലേ? അദ്ദേഹത്തിന് ഒരു ക്യൂ നിൽക്കാൻ, പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ക്യൂവിൽ പോയി നിന്നേ പറ്റൂ. അതിൻ്റെ തൊട്ടുമുമ്പ് തൊട്ടുള്ളത് ഒരു പാവപ്പെട്ട ദരിദ്ര നാരായണനാണ്. പക്ഷെ നോക്കിയോളൂ, എന്തൊരു സമത്വം! അതാണ് ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ബേസ് എന്ന് പറയുന്നത്, അല്ലേ? യെസ്, അതാണ് സാർവത്രിക വോട്ടവകാശം. അവിടെ സമ്പത്തോ സാമുദായിക മഹിമയോ മതമോ ഒന്നും ഒരു വിഷയമല്ല. നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായി തന്നെ നമുക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ തന്ന ഇവിടെയും നമ്മുടെ ലിബറൽ ജനാധിപത്യം ശക്തമായി മുന്നോട്ട് പോവുകയാണ്, അല്ലേ? വളരെ ശരി, ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ എല്ലാവരും. യെസ്, അതാണ്. അപ്പൊ അതാണ് നമ്മുടെ സാർവത്രിക വോട്ടവകാശം. 18 വയസ്സ് തികഞ്ഞ എല്ലാ പൗരന്മാരും ജാതി മത സാമ്പത്തിക ഭേദമില്ലാതെ എല്ലാവർക്കും ഒറ്റ ക്വാളിഫിക്കേഷൻ മാത്രം, അവർ വിദ്യാഭ്യാസം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. സാർവത്രിക വോട്ടവകാശം നമ്മുടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ സാർവത്രിക വോട്ടവകാശം നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ഇലാബറേറ്റ് ആക്കി കൂടുതൽ ജനങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഫെഡറലിസം, മറ്റൊരു ആശയം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറാണ്. അധികാരം യൂണിറ്ററിയിലല്ല. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ശക്തമായി മുന്നിലുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യതയും അഖണ്ഡതയും പരിരക്ഷിച്ച് ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. പക്ഷെ ആ കേന്ദ്ര ഗവൺമെന്റ് ദേ ആർ നോട്ട് ഹോൾഡിംഗ് ദ പവർ ഓൾ ടുഗദർ ഇൻ ദെയർ ഹാൻഡ്. ദേ ആർ ഷെയറിംഗ് ദ പവർ ടു ദ സ്റ്റേറ്റ് യൂണിറ്റ്സ്, അല്ലെ? അത് കഴിഞ്ഞ് അതിന്റെ ഫർദർ എക്സ്റ്റൻഷൻ പഞ്ചായത്ത് രാജിൽ അധികാരം നമ്മൾ ജനങ്ങളിൽ എത്തിക്കുകയാണ്, അല്ലെ? അപ്പൊ അധികാരം യഥാർത്ഥ താഴെക്കടൽ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അധികാരങ്ങൾ ഒരിക്കലും അധികാര വികേന്ദ്രീകരണത്തിൽ നമ്മുടെ ഭരണഘടന വിശ്വസിക്കുന്നില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ അധികാരമാണല്ലോ, ജനങ്ങളുടെ അവകാശമാണല്ലോ, ജനങ്ങളുടെ ഭരണഘടന വരെ മുന്നോട്ട് പോക്കാണല്ലോ. അപ്പൊ ആ രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ട്, അധികാരങ്ങൾ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയല്ലേ, അതെ? അതാണ് നമ്മുടെ അപ്പൊ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അധികാര വിഭജനം എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ അധികാര വിഭജനത്തിൽ അവിടെയും നമുക്കൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ ഒരു ഫെഡറേഷൻ, അതായത് യഥാർത്ഥ ഫെഡറേഷൻ ആക്കാൻ നമുക്ക് അവിടെയും നമ്മുടെ ഭരണഘടന വളരെ ബുദ്ധിപരമായി ചിന്തിച്ചു. കാര്യം നമ്മൾ കൂടുതലായിട്ട് താഴെത്തട്ടിലേക്ക് അധികാരം കൊടുത്താൽ ഒരു പക്ഷേ അവിടെ ചില എന്താ പറയുക, സ്വാർത്ഥരായ ചില ആൾക്കാർ അതിനെ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് ശക്തമായ രാജ്യത്തിന്റെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരൊറ്റ രാജ്യമായി പരിരക്ഷിച്ചു പോകാൻ ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് വേണം എന്ന് നമ്മുടെ ഭരണനിർമ്മാതാക്കൾ ചിന്തിക്കുകയും അങ്ങനെ ആ രീതിയിൽ വന്നതുകൊണ്ടാവാം കേന്ദ്ര ഗവൺമെന്റ് അല്പം ശക്തി വന്നത്. അതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫെഡറലിസം നമ്മുടെ മറ്റൊരു ഉദാര സങ്കല്പമാണ്. ഇനി അതുപോലെ റൂൾ ഓഫ് ലോ, അവസാനമായി റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ഇത് നമ്മുടെ ഉദാഹരണം, അല്ലേ? അതാണ് നമ്മുടെ നിയമദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്നത്. അർത്ഥം എന്താണ്? യെസ്, നിയമം ഡസൻ നോ ദ ഇമ്പോർട്ടൻസ്, ദ ബിഗ്നെസ് ഓഫ് ദ സ്മാൾനെസ് ഓഫ് ദ പേഴ്സൺ വിച്ച് ഈസ് പ്ലേസ്ഡ് ബിഫോർ ഇറ്റ്. ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഏറ്റക്കുറച്ചിലല്ല റൂൾ പരിശോധിക്കുന്നത്, അല്ലേ? ഇഫ് യു ഹാവ് വയലേറ്റഡ് എ ലോ, a rule, you have to be faced with the legal formalities and perhaps you will go to jail also, you will be put in imprisonment in the case you are breaking a law. അവിടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ഇന്ന ആളാണ് ചെയ്തത്, അതുകൊണ്ടങ്ങ് മറന്നേക്കാം, ഇന്ന ആളാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജാതിപരമായ സാമുദായിക സാമ്പത്തിക nothing doing. അവിടെ റൂൾ ഓഫ് ലോ, the law will take its course in any aspect as it goes forward. നിയമം പോകുന്ന വഴി അത് ഏത് രീതിയിലും പോകും, അല്ലാതെ ഒരിക്കലും അത് ചില ആൾക്കാരെ കണ്ടുകൊണ്ട് പ്രത്യേക പരിഗണന കൊണ്ട് law is not being interpreted in a prejudicistic way. ഒരു മുൻവിധികളോട് അല്ല നിയമത്തിന്റെ വഴിക്ക് പോകുന്ന സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് തീർച്ചയായും ശരിയാണ്. നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ് പോകുന്നത്, റൂൾ ഓഫ് ലോ, അല്ലേ? ഒരു പ്രധാനമന്ത്രി മുതൽ സാധാരണ പൗരൻ വരെ സിമ്പിൾ ലോയെ കവർ ചെയ്യപ്പെടുന്ന അതിശ്രേഷ്ഠമായ റൂൾ ഓഫ് ലോ, അത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയതാണ് AV ഡേയ്സിയുടെ റൂൾ ഓഫ് ലോ. അങ്ങനെ ആ റൂൾ ഓഫ് ലോ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ ആസ്പെക്ട്. ഐ റിപ്പീറ്റ്, ഒന്നുകൂടെ പറയാം.
നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. രണ്ടാമത് താഴെ പറയുന്ന ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലഭ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാരഗ്രാഫ് എന്താണ് ലിബറലിസം, ഹൗ ലിബറൽ പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തത് അതുപോലെ ജനാധിപത്യം. ഒരു എക്സാമ്പിൾ നിങ്ങൾ യു ഹാവ് ടു പുട്ട് സഫീഷ്യന്റ് എക്സാമ്പിൾ സോ ദാറ്റ് ദ എക്സാമിനേഴ്സ് മേ ബി വെരി മച്ച് ഇംപ്രസ്ഡ് അബൌട്ട് യു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പോകണം. ഓക്കെ, ദെൻ മൈനോറിറ്റി റൈറ്റ്സ്, ദെൻ അവർ സെക്യുലർ കോൺസെപ്റ്റ്, ദെൻ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്, ഫെഡറലിസം. അപ്പൊ ഈ ഓരോ പോയിന്റും ഓരോ ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി റൂൾ ഓഫ് ലോയിൽ വന്നു. അവസാനം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു ചെറിയ അങ്ങനെ അതെങ്ങനെ thus our constitution has established itself as the best of or one of the best constitutions which have so much of philosophical platform, philosophical foundation. The constitution has been created on a platform that is purely very much democratized, very much so philosophically arranged in a logical way. Appo philosophy, we can see a lot of philosophical influences, elements in our constitution. നമ്മുടെ തത്വശാസ്ത്രപരമായ തത്വചിന്താപരമായ എല്ലാ നല്ല തത്വചിന്തകളും നല്ല രീതികളും നല്ല ബോധന നല്ല ചിന്താ രീതികളും ഒക്കെ നമ്മുടെ ഭരണഘടനയിൽ കാണാം എന്ന് പറഞ്ഞു വേണം നമ്മൾ അത് അവസാനിപ്പിക്കുക. ഇതെല്ലാവരും പരീക്ഷയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇത് പറയുകയാണ്. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചോയ്സിലുണ്ടാകും. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ജനറൽ കോൺസെപ്റ്റാണ്. ചിലപ്പോൾ ഇതിലെ ഓരോ പോയിന്റ് ഇവിടെ പറയുന്ന ഈ പോയിന്റ് ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റ് ഓരോ പാരഗ്രാഫിൽ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് മറ്റു പല സന്ദർഭങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം. അപ്പം അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എഴുതുമ്പോഴേക്കും നമ്മുടെ ലിബറലിസം എഴുതിയാലും ശരി, ഇക്വാളിറ്റി എഴുതിയാലും ശരി, ജസ്റ്റിസ് എഴുതിയാലും ശരി, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്നുള്ള ഉദാഹരണമായി ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ജനറലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഡിവിയേറ്റ് ഞാൻ ഈ എസ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. കൂട്ടുകാർ ഇതിനെ പൂർണ്ണമായി കണ്ട് സപ്പോർട്ട് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.